സർവകലാശാല കലോത്സവം നടത്താൻ അനുവദിക്കാത്ത കായിക വിദ്യാർത്ഥികൾക്ക് TA നൽകാത്ത VC-യുടെ നിലപാടിനെതിരെയാണ് SFIയുടെ പ്രതിഷേധം ഉണ്ടായത്. അതിലാണിപ്പോൾ വലിയൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത്. പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. രാവിലെ ബാരിക്കേഡുകൾ വെച്ച് സർവകലാശാല ആസ്ഥാനത്തിന്റെ കവാടത്തിൽ പോലീസ് പ്രതിഷേധക്കാരെ തടയുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ആ ബാരിക്കേഡുകളൊക്കെ മറികടന്ന് സർവകലാശാല ക്യാമ്പസിനകത്തേക്ക് കയറി പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെയാണ് പിന്നീട് കണ്ടത്. VC-യുടെ ചേംബറിന് മുന്നിൽ പ്രതിഷേധം കടുപ്പിക്കുകയായിരുന്നു പിന്നീടുള്ള മണിക്കൂറുകളിൽ. ഇപ്പോഴിതാ പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. പ്രവർത്തകരെ വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റാനുള്ള ശ്രമമാണ് ഉണ്ടാവുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുദ്രാവാക്യം മുഴക്കി പ്രതിരോധം തീർക്കുന്നുണ്ട് SFI പ്രവർത്തകർ. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാൻ സർവകലാശാല തയ്യാറാകുന്നില്ല, വൈസ് ചാൻസലർ തയ്യാറാകുന്നില്ല എന്ന വിമർശനം ഉയർത്തിക്കൊണ്ടാണ് SFIയുടെ പ്രതിഷേധം. ഒരു ചർച്ച നടത്താൻ പോലും വൈസ് ചാൻസലർ തയ്യാറായില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാവുന്നത്. സർവകലാശാല കലോത്സവം നടത്താൻ ഫണ്ട് അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഏറ്റവും ഒടുവിലായി ഉയർന്നു വന്നത്. നേരത്തെ തന്നെ സർവകലാശാല വൈസ് ചാൻസലറും SFIയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അതിനൊരു താൽക്കാലിക ഇടവേളയുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ഒരു പോരിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് നമ്മൾ കാണുന്നത്. പ്രവർത്തകരെ ഇത് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഗോപാൽ ശീലാസനൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോപാൽ, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. വിവരങ്ങൾ ഗോപാൽ. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് സ്ഥിതി ഉണ്ടായിരിക്കണം. SFIയുടെ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന സെക്രട്ടറിയും അടക്കമുള്ളവർ ഈ സമരത്തിന്റെ മുൻനിരയിലുണ്ട്. ഇപ്പോൾ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കുകയില്ല എന്ന നിലപാടിൽ SFIയുടെ സംസ്ഥാന നേതാക്കൾ അടക്കം വരികയും പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്കും ചെറിയ തോതിൽ സംഘർഷത്തിലേക്കും ഒക്കെ പോകുന്ന ഒരു കാര്യമാണുള്ളത്. ഇത്രയും നേരം ഈ പ്രവർത്തകർ രജിസ്ട്രാറുടെ ഓഫീസിന് മുന്നിൽ ആ വരാന്തയിൽ നിന്നായിരുന്നു പ്രതിഷേധിച്ചിരുന്നത്. ഇതിനിടയിൽ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ രജിസ്ട്രാറുമായി ഒരു പ്രാഥമിക തല ചർച്ച നടത്തുകയും VC-യുമായി തങ്ങൾക്ക് ഈ വിഷയത്തിൽ കൃത്യമായി നേരിട്ട് ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ട് ഫണ്ട് അനുവദിക്കുന്നില്ല? സർവകലാശാല വിദ്യാർത്ഥികളുടെ യൂണിയൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് അവരുടെ അവകാശമാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളെയും കൊണ്ട്, അതായത് അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെയും കൊണ്ട് ഈ പോലീസിന്റെ വാഹനം മുന്നോട്ടെടുക്കാൻ കഴിയുമ്പോൾ അനുവദിക്കുകയില്ല എന്നത് പ്രവർത്തകർ ഈ വാഹനത്തിൽ തടയുന്ന, ആ വാഹനം തടയുകയും പോലീസുകാർ വലിച്ചടിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. കേരള സർവകലാശാല അങ്കണം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംഘർഷഭരിതമാകുന്നു, വീണ്ടും പ്രതിഷേധമയമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാദ്യമായിട്ടല്ല വൈസ് ചാൻസലർക്കെതിരെ മുഖാമുഖം നേരിട്ടുള്ള പ്രതിഷേധത്തിലേക്കും ഒരു സംഘർഷത്തിലേക്കുമൊക്കെ വരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ്. ഈ കെട്ടിടം മുഴുവൻ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് SFI വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. അതിന്റെ രണ്ടാം ഘട്ടം ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഫണ്ട് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SFI പ്രതിഷേധിക്കുകയാണ്. SFIയുടെ സംസ്ഥാന നേതൃത്വം, ജില്ലാ കമ്മിറ്റിയും അടക്കം ഒരു വലിയ വിദ്യാർത്ഥി സമൂഹം തന്നെ ഈ പ്രതിഷേധത്തിലേക്ക് ഇവിടെ വന്നിരിക്കുന്നു. പ്രവർത്തകരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിൽ നിസ്സാരമായ പരിക്കുകൾ ചിലർക്കെങ്കിലും ഉണ്ടാകുന്നു. ഈ SFIയുടെ പ്രവർത്തകർ, ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ സർവകലാശാലയുടെ ഗേറ്റിന് ഭാഗത്തേക്ക് ഓടുകയാണ്. ഗേറ്റ് പൂട്ടുക എന്ന് തന്നെയാണ് അവരുടെ. ശരി, ഗോപാൽ ശീലാസനൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നാടകീയമായ രംഗങ്ങളാണ് കേരള സർവകലാശാലയിൽ ഉണ്ടാവുന്നത്. പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസ് വാഹനം തടയാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് SFI പ്രവർത്തകർ ഉള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളിലും വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ബാരിക്കേഡുകൾ മറികടന്നും മുദ്രാവാക്യം മുഴക്കിയും പോലീസുമായി വാക്കേറ്റവും മുന്തും തള്ളുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും നേരത്തെ കണ്ടതിന് സമാനമായ രീതിയിൽ സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. ഇതാ പോലീസിന്റെ വാഹനത്തിൽ അറസ്റ്റ് ചെയ്ത് പ്രവർത്തകരെ കൊണ്ടുപോകാനുള്ള ശ്രമം, അത് പ്രവർത്തകർ തടയുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സുനിഷ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുനിഷ, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന നിലപാടിലാണ് പ്രവർത്തകരുള്ളത്.